ഹലോ, അപ്പോൾ എക്സാൻവൈ ആൻഡ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ നടത്തുന്ന നമ്മുടെ JEE ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ സ്റ്റുഡൻസിന്റെ കൂടെയാണ് ഇന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്റെ കൂടെ ഉള്ളത് മുബീന് തൃശ്ശൂരാണ് അല്ലെ, അതേപോലെ തന്നെ ആരോൺ പാലക്കാടാണ്, പിന്നെ ഫാത്തിമ മലപ്പുറത്തുകാരിയാണ്, ലക്ഷ്മി അങ്ങ് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, അനാമിക എറണാകുളം അല്ലേ, അതെ, പിന്നെ അമാന മലപ്പുറമാണ്, ഹാദിയ ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ വളരെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റുഡൻസ് ആണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഇവരുടെ നമ്മുടെ ഒരു JEE പ്രോഗ്രാമിലെ അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത വർഷത്തോട്ടുള്ള അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ XAQ എന്ന് പറഞ്ഞ എക്സാം സെപ്റ്റംബർ 20th നടക്കുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം വേർത്ത് ആണ് എന്നുള്ളതും നമ്മുടെ ഒരു JEE പ്രോഗ്രാം തുടങ്ങിയിട്ട് ആക്ച്വലി ഒരു JEEയുടെ ലെവലിലൊക്കെ ഇവരൊക്കെ പഠിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇവരോട് ചോദിക്കാൻ വേണ്ടിയിട്ടും ഇവരുടെ ഫാക്കൽറ്റീസും ഇവരുടെ സ്റ്റഡി സ്റ്റൈലൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ വെൽക്കം ഓൺ. എത്ര കാലമായി ഇപ്പൊ ഇവിടെ വന്നിട്ട്? 3 മാസമായി അല്ലെ. ഈ 3 മാസത്തിന്റെ ഇടയിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം അല്ലെ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു 3 മാസം? പെട്ടെന്ന് പോയി. നമ്മള് ഷെഡ്യൂൾ നല്ല ടൈറ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാനും അങ്ങനെയുള്ള ടൈം ഒന്നും. ടൈറ്റ് ആണ് ഷെഡ്യൂൾ, അത്യാവശ്യം ടൈറ്റ് ആണ്. പ്രത്യേകിച്ച് ലാഗ് ഒന്നും ആയിട്ടില്ല. അപ്പോ ടൈം പെട്ടെന്ന് പോകുന്നുണ്ട്, സമയം പോകാൻ അറിയില്ല. ഓക്കെ. പിന്നെ അപ്പോ ഈ ഒരു വരുന്ന സമയത്ത് നിങ്ങളുടെ ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് SSLC കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. മേ ബി ആ SSLC കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുള്ള അനുഭവം എന്താണ് അമാനക്ക് പറയാനുള്ളത്? SSLC എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിച്ചത് ഭയങ്കര വലിയൊരു ട്രാൻസിഷൻ ആണ്. +1 എത്തിയപ്പോ ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു നിങ്ങൾ? ഇല്ല വിചാരിച്ചിരുന്നു. അമാന എക്സ്പെക്ട് ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ട്രാൻസിഷൻ? ബുദ്ധിമുട്ടായിരുന്നോ? ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് വന്നപ്പോ ആകെ വിഷമായി, ഒന്നും അറിയുന്നില്ല ക്ലാസ്സില്. അപ്പൊ ഭയങ്കര വിഷമായി. കാരണം 10th നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന നമുക്ക് പെട്ടെന്ന് ഇവിടെ വന്നേക്ക് സാറുമാർ എടുക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു 1-1.5 മാസം കഴിഞ്ഞപ്പോ നമുക്കൊരു ആ ട്രാക്ക് കേറാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഇവിടുത്തെ ഒരു ഫാക്കൽറ്റീസിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? ആരോണ് പറഞ്ഞു. ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളെപ്പോഴത്തെ ചിന്തിക്കുന്ന ഫാക്കൽറ്റീസ് ആണ് ആദ്യം പറയാനുള്ളത്. അതായത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കത് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. ഇപ്പോൾ മറ്റേ സ്കൂളാണെങ്കിൽ എപ്പോഴും ഒരു വൈഡ് റേഞ്ച് ഏജ് ഉള്ള ഒരു ഫാക്കൽറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്ന യങ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് അല്ലേ. പക്ഷെ യങ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണെങ്കിലും വിവരത്തിനൊരു കുറവില്ല എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ഒരു ഗ്രാജുവേഷൻസ് ഒക്കെ പല ആൾക്കാരും NIT പഠിച്ച ആളുകളുണ്ട്, IIT ഉണ്ട്, ഐസർ ഉണ്ട്, IISc ഉണ്ട്. അപ്പൊ ഒരുവിധം ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളാണ് നമ്മുടെ ഫാക്കൽറ്റീസ് ആയിട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ മുമ്പുള്ള ഫാക്കൽറ്റീസുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഹൗ ഡു യു റേറ്റ് ദം? നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ച ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഫാത്തിമക്ക് തോന്നുന്നത്? സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഒന്ന് JEEക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട്, അപ്പം ഇപ്പൊ JEE എന്നുള്ളൊരു എക്സാം IIT സ്വപ്നം കണ്ടു വരുമ്പോ അവിടെ പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഇപ്പൊ ടീച്ചേഴ്സ് പഠിപ്പിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു JEEക്കാണെങ്കിലും അഡ്വാൻസിനാണെങ്കിലും ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാവും വരിക, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി. അപ്പൊ അവര് അതിന് പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് അവർക്കുണ്ടായ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എനിക്ക് തോന്നുന്നത് വളരെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ആളുകളുണ്ട്. ഇപ്പൊ ആദ്യം ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ? ഒരുപക്ഷെ അലനോ ആകാശൊക്കെ പോലത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, എന്താണ് ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാനുള്ള റീസൺ എന്നുള്ളത്? അത് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയാം ഞാൻ എവിടെയാണ് സെറ്റ് ആവാന്ന്. എന്റെ ഒരു ഇതില് സാമ്യത്തിലുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്നു. പിന്നെ അലൻ അവിടെ തന്നെ അത്യാവശ്യം നല്ല സെന്റേഴ്സ് ഉണ്ട്. ഞാൻ എക്സാം ഒക്കെ എഴുതാൻ നോക്കിയിനി. പക്ഷെ എനിക്ക് ബാംഗ്ലൂരത്തെ ഒരു അന്തരീക്ഷത്തെക്കാളും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെയാണ്. കാരണം ഇവിടെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും നല്ലോണം ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല നമുക്ക് കമ്പനി ആയാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് ആണ്. പിന്നെ ഇതൊരു ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ബാച്ച് ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കുറെ ലിബർട്ടി ഉണ്ട്. നമുക്ക് കുറെ കൊടുക്കുന്ന ഫീഡ്ബാക്ക് നല്ലോണം അവര് അതുകൊണ്ട് അത് ഭയങ്കര എനിക്കത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എനിക്ക് തന്നെ എന്നെ തന്നെ കുറെ ഗ്രോ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നിക്കണത്. അത് വിദ്യാഭ്യാസപരമായിട്ട് പിന്നെ എനിക്ക് എന്റെ വേറെ ചില ക്വാളിറ്റേറ്റീവ് ആയിട്ടും വളരാൻ ഇവിടെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഇപ്പോ ഇവിടെയാണ്. സത്യം. അവിടെ ഇടയ്ക്കിടക്ക് പറയും ഞാനും മലയാളിയാണ് പറയും. മലയാളി എനിക്ക് എത്ര കാലമായി കേരളത്തിൽ നിൽക്കാം. ഞാൻ 2 മാസം നിന്നിട്ടുള്ളൂ. ഞാൻ മലയാളി തന്നെയാണ്. മലയാളി അംഗീകരിച്ചിട്ടില്ല. ഇല്ല, അവള് ബാംഗ്ലൂർ. ഇവള് ഞാൻ ചോദിക്കുന്ന സമയത്ത് അറിയാം ഇത് എന്റെ നാടാണ് അറിയാം, അല്ലെങ്കിൽ ബാംഗ്ലൂർ തന്നെ അറിയാം ഞാൻ. അപ്പൊ അറിയില്ലല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്ന അറിയാം. അപ്പൊ എത്ര കാലം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. അതുകൊണ്ട് അവളെ നാട് ഇതാണെന്ന് പറഞ്ഞു.
നിങ്ങൾ അംഗീകരിക്കുന്നില്ല അല്ലേ? പക്ഷേ ഓള് കൊറേ ഓൾക്ക് മാറ്റങ്ങൾ സംഭവിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര സൈലന്റ് ആയ ഓള് ഇപ്പൊ നന്നായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇത് ഹാദിയാന്റെ മാറ്റത്തിനെ കുറിച്ചുള്ള ഒരു വ്ലോഗ് അല്ലാത്തത് കൊണ്ട് നമ്മുടെ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അനാമിക, എങ്ങനെയുണ്ട് നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പ്? എങ്ങനെയുണ്ട്? പിയർ ഗ്രൂപ്പ് ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണോണ്ട് തന്നെ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഉഴപ്പാൻ നോക്കിയാലും എല്ലാവരും ഇപ്പൊ സ്റ്റഡി ഹോളൊക്കെ എടുക്കാൻ എല്ലാവരും പഠിക്കായിരിക്കും. അതായത് ഇവിടെ പഠിക്കാനുള്ള ഇന്റൻഷനോട് കൂടിയാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാരും ഒരുമിച്ച് പഠിച്ചു. പിന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും തമ്മിൽ പഠിപ്പിച്ച് ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും തമ്മിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാരും ഒരുമിച്ചാണ് പഠിച്ചു വന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ഒരു പ്രഷർ, മുബീന്റെ ഒരു പ്രഷർ എപ്പോഴെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പ്രഷർ അങ്ങനെ പ്രഷർ ഫീൽ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് പ്രഷർ പോലെ ഫീല് ലൈക്ക് ആവാണേലും അത് മാനേജ് ചെയ്യാൻ ഇവിടുന്ന് മാക്സിമം മെന്റർഷിപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യണമുണ്ട്. അത് ഓക്കെ ആയി പോകുന്നുണ്ട്. മുബീനാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ XIQല് ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ആളാണ് മുബീൻ ഉള്ളത്. എന്തായിരുന്നു XIQന്റെ ഒരു അനുഭവം? അപ്പോൾ XIQ എഴുതിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മുബീന് പല സ്ഥലത്തും ഈ പറഞ്ഞ പോലെ അഡ്മിഷൻസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഡെഫിനറ്റ്ലി. എന്തുകൊണ്ടാണ് ഇവിടെ XNYയുടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിനെ ചൂസ് ചെയ്തത്? ഞാൻ 8th തൊട്ട് XNYയുടെ ഫൗണ്ടേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ലൈക്ക് XNY ഇഫ് യു ആർ ഗുഡ് ഇനഫ് മാക്സിമം ലൈക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ പൊട്ടൻഷ്യലിന്റെ മാക്സിമം റീച്ച് ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്തു ലൈക്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. അപ്പോ അന്ന് അങ്ങനെ ഫീൽ ചെയ്തു. ഇപ്പൊ വന്നിട്ട് എന്താ തോന്നുന്നു? 3 മാസമായി ഇപ്പോഴും ഐ ഫീൽ ഇതാണ് കേട്ടോ ഇതിനെക്കാട്ടി ലൈക്ക് ബെറ്റർ ചോയ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ അക്കാഡമിക്സ് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് എക്സാംസ് ആണ്. നമ്മളിപ്പോ എത്ര എക്സാംസ് 3 മാസമായി അല്ലെ? എനിക്കൊന്ന് മെയ് 16 നമ്മൾ വന്നത്. ഇന്ന് ഏകദേശം ഓഗസ്റ്റ് 16 അടുത്തായി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഏകദേശം 3 മാസത്തിന്റെ അടുത്തായി. എത്ര എക്സാംസ് ഈ 3 മാസത്തിന്റെ ഇടയിൽ എഴുതിയിട്ടുണ്ട്? 27 എക്സാംസ്. എത്ര JEE അഡ്വാൻസ്ഡ് ടൈപ്പ് എക്സാംസ് എഴുതിയിട്ടുണ്ട്? പകുതി JEE അഡ്വാൻസ്. അതായത് കഴിഞ്ഞൊരു 3 മാസം 90 ദിവസത്തിന്റെ ഇടയിൽ ഇവർ 27 എക്സാംസ് എഴുതിയിട്ടുണ്ട്. അതായത് ഞങ്ങളിത് തുടങ്ങുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാല്, ഒരു നിലക്കും നമ്മുടെ എക്സാംസിൽ വെള്ളം ചേർക്കില്ല. അതായത് നിങ്ങളൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ എക്സാം എഴുതിയാൽ മതി എന്ന് ഞങ്ങൾ ആദ്യമേ ആലോചിച്ചിട്ടില്ല. നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കണം എന്നാണ് ഞങ്ങൾ ഫസ്റ്റ് മുതൽ. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ എക്സാമിന്? അല്ല, കഴിഞ്ഞ എക്സാം അല്ല, ഇൻ ജനറൽ ഫസ്റ്റ് ഒരു എക്സാമിന് അതായത് നന്നായിട്ട് വർക്ക് ചെയ്താലേ ഹയർ ആൻസർ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ എന്തായാലും ആണ്, കാരണം ഇത്രയും ഏറ്റവും ടോപ്പായിട്ട് കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ വർക്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് ഒരു ചെറിയ നല്ല റാങ്കിലൊക്കെ എത്താൻ സാധിക്കുന്നു. ഈ ആദ്യമൊക്കെ എക്സാം ഫസ്റ്റ് ഒക്കെ വന്നപ്പോ നിങ്ങൾക്ക് ഞങ്ങളോടൊക്കെ ഒരു ദേഷ്യം തോന്നിയിരുന്നോ? ഇല്ല, ഫസ്റ്റ് എക്സാം കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മൾ എന്തായാലും IIT ബോംബെയിൽ CS ഉറപ്പിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള്. NIT എത്തിയോ അതോ IIT മദ്രാസില് നമുക്കൊരു മെറ്റലർജി ഒക്കെ പഠിക്കാന്നുള്ളത് എങ്ങനെയുള്ളത്? അല്ല സർ, ഫസ്റ്റ് എക്സാം ഈസിയാന്ന് പറഞ്ഞാലും പക്ഷെ ഫസ്റ്റ് തൊട്ടേ ഫുള്ള് JEE PYQs ആയിരുന്നു. ഓക്കെ. ഇപ്പൊ നമുക്ക് കറന്റ്ലി വരുന്ന അഡ്വാൻസ്ഡ് ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യം തൊട്ട് തന്നെ JEE ലെവൽ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അഡ്വാൻസിന്റെ ടഫ് ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോ നമ്മളെപ്പോഴും ആ എക്സാം എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനമായിട്ടാണ്. ഇപ്പൊ എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു പഠനകാലം മുതൽ എക്സാം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളും ആ ഒരു എക്സാമിനെ ആ ഒരു സെൻസിൽ തന്നെ എടുക്കാൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ. JEE എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാംസിലൊന്നല്ലോ. അപ്പൊ നമ്മള് അത്രയും പാടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള എക്സാംസ് വഴി അത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ എക്സാമിൽ ഇപ്പൊ ഒരു മാർക്ക് കുറഞ്ഞാലും സങ്കടമൊക്കെ തോന്നാറുണ്ടോ? സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി. ഫാത്തിമാക്ക് ഭയങ്കര സങ്കടം ഇല്ലേ? ഇപ്പൊ കുറെ കുറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇങ്ങനെയാണ്. ഓക്കെ, പറ്റുന്നിടത്തോളം പഠിക്കുക, പറ്റുന്നിടത്തോളം സ്കോർ ചെയ്യാൻ നോക്കുക, അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക, ആ രീതിയിലേക്ക് മാറി. എല്ലാം നമുക്ക് അറിയുന്നത് ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ മനസ്സിലായി തുടങ്ങിയത് ഇവിടുത്തെ എക്സാം എഴുതിയപ്പോഴാണ്. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എക്സാംസ് പറഞ്ഞാൽ എൻ്റെ ഒരു ഹംബ്ലിങ് ഇതാണ്, ഒരു ഹംബ്ലിങ് എഫക്റ്റ് ഉണ്ടാക്കല്. കാരണം നമ്മൾ സ്കൂളിൽ തന്നാലും കാര്യമായിട്ട് അത്ര ടഫ് ആക്കൂലേ, നമ്മൾ പഠിക്കുക, വെറുതെ വായിക്കാതെ പോയി എഴുതുക. പക്ഷെ ഇവിടുത്തെ എക്സാമിന് നമ്മൾ JEE ആകുമ്പം കുറെ തിങ്ക് ചെയ്തിട്ട് വേറെ രീതിക്ക് ചിന്തിച്ചിട്ട് വേറെ കോൺസെപ്റ്റ്സ് ക്ലബ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എക്സാം എഴുതുമ്പോൾ നമുക്ക് എവിടെയാണ് അറിയാത്ത ടോപ്പിക്സ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പം അത് എനിക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ എക്സാം കഴിഞ്ഞാൽ കുറെ ഇവാലുവേഷൻ നടത്തും, എല്ലാവർക്കും ഡിസ്കസ് ചെയ്യും. അത് അങ്ങനെ ടഫാക്കണത് ഇടക്കൊക്കെ കുറച്ച് ദേഷ്യം ഇതൊക്കെ തോന്നും. അതുണ്ട്, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഉപകാരമാണ്.
പിന്നെ ഈ ഒരു ജേർണിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊക്കെ ഫസ്റ്റ് വരുമ്പോ ഇതിൽ തന്നെ പല ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിരുന്ന് കരയും. അതേപോലെ തന്നെ അയ്യോ എന്നെ കൊണ്ട് ഇത് കഴിയില്ല. ആ ഒരു സെൽഫ് ഡൗട്ടിന്റെ കാലമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എങ്ങനെ അതിനൊന്ന് ഓവർകം ചെയ്ത് നിങ്ങൾ എല്ലാവരും? ഫസ്റ്റ് എക്സാം എഴുതിയപ്പോഴേക്കും എനിക്ക് ആകെ ഡൗൺ ആയി. കാരണം ഞാൻ ഫൗണ്ടേഷൻ ഇല്ല, പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് ആകെ ഡൗൺ ആയി. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 3-4 എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെയാണ്. JEE മെയിൻ എക്സാം ഇത്രത്തോളം ടഫാണ്, അഡ്വാൻസ് ഇത്രത്തോളം ടഫാണ്. ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. JEE മെയിൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അഡ്വാൻസിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരിങ്ങനെ മനസ്സിലാക്കി തരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടെൻഷനൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുക്കണം, എന്നാലേ നമുക്ക് ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നന്നായി ഹാർഡ് വർക്ക് എടുത്താലേ ഈ JEE മെയിനും JEE അഡ്വാൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് അതിനൊന്ന് ഓവർകം ചെയ്തത്? മേ ബി ആ ഒരു ഫേസിന് ഒരു ഡൗട്ട്, ഒരു സെൽഫ് ഡൗട്ടിന്റെ ഫേസ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് അങ്ങനെ തന്നെയാണ് തമ്മിൽ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു, പിന്നെ കഴിയുന്നത് ചെയ്ത് പോവാം. നമ്മുടെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് മെന്റേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ മെന്റേഴ്സിനെ തന്നിട്ടുണ്ട്. ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് നമുക്ക് ഈ ക്യാമ്പസിൽ കിട്ടുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച്? അത് ഭയങ്കര ഉഷാറായിട്ടുണ്ട്. അത് ആദ്യമൊക്കെ വന്നപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കുമ്പോഴുള്ള കുറെ ബുദ്ധിമുട്ടുകളും, പിന്നെ ഇപ്പം എക്സാംസ് ഒക്കെ ആദ്യം എഴുതുമ്പോഴുള്ള ആ ഒരു പ്രശ്നം, അതൊക്കെ മാറിയത് മെന്റേഴ്സിനോടൊക്കെ സംസാരിച്ച് എപ്പോഴാണെങ്കിലും അവർ അവൈലബിൾ ആണ് നമുക്ക് സംസാരിക്കാനും ഒക്കെ, മെന്റർ സപ്പോർട്ടിനൊക്കെ. എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് വന്നിട്ട് തോന്നിയിട്ടുള്ളത്? ഇൻ ജനറൽ എനിക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ അതിനു വേണ്ടി എനിക്ക് ടൈം മാറ്റിക്കേണ്ടി വന്നിട്ടില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം വേണ്ട അല്ലേ? കുറച്ചുകൂടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ടെൻഷൻ ഉള്ളതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ ആണ്. അത് നമ്മൾ ടെൻഷൻ വന്നിട്ട് പിന്നെ അതിനോട് യൂസ്ഡ് ആവാന്നേ ഉള്ളൂ. അത് പോകുന്ന ഒരു ടൈം ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കോൺവെർസേഷൻ മേ ബി ഇവിടെ എൻഡ് ചെയ്യുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു പാരന്റ്, ഒരു സ്റ്റുഡന്റിനോട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സെന്റൻസിൽ വൈ ഷുഡ് യു ചൂസ് ഒരു എക്സാമിനേറ്റഡ് ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ചൂസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ഓരോരുത്തർക്കും പറയാനുള്ളത്? ഇഫ് യു ഹാവ് എനിത്തിങ് ടു സേ. നമുക്ക് നമ്മുടെ കരിയർ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കരിയർ സേഫ് ചെയ്യണം, IIT പോലുള്ള പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സാം വൈ ചൂസ് ചെയ്യുന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് അത്രത്തോളം യൂസ്ഫുള്ളായി. ഇതുവരെ എനിക്കൊരു റിഗ്രറ്റ് എക്സാം വൈ ചൂസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ അത്രമേൽ കഠിനമാ മാർഗങ്ങൾ എന്നാണ്. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രൊഫഷണൽ കോളേജുകളാണ്. അപ്പൊ നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ഇടണം. ഒപ്പം ഈ എക്സാം വൈ നമുക്ക് നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ജേർണിയിലൂടെ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്താണ് അനാമയൊക്കെ പറയാനുള്ളത്? ഇപ്പൊ ചിലര് ഇങ്ങനെ സയൻസും മാത്സ് ഒക്കെ ഇഷ്ടമാണ്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ ഫണ്ടിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം. പക്ഷെ സാർ പറഞ്ഞില്ല XIQന്റെ എക്സാം. അതെ, അതുകൂടി നമുക്ക് പറയേണ്ടതുണ്ട്. XIQ എന്നുള്ളത് നമുക്ക് പറഞ്ഞോളൂ. XIQ എക്സാം ഉണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ അതിന്റെ സ്കോളർഷിപ്പ് ഒക്കെ വഴിയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഫണ്ടിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹം ആരും കളയണ്ട. നന്നായിട്ട് പഠിക്കുക, XIQ എഴുതുക. 10th കഴിഞ്ഞുള്ള എല്ലാ കുട്ടികൾക്കും എക്സാം എഴുതുക, എക്സാമിലേക്ക് കയറാം. ഉറപ്പായിട്ടും ഫാക്കൽറ്റീസ് എല്ലാവരും രാത്രിയും പകരം ഇല്ലാതെയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എഫേർട്ട് ഇടുന്നത്, ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പം അത്രയും ഉറപ്പാണ് തരുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. കഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പോൾ XIQ സെപ്റ്റംബർ 20th ഈ പറഞ്ഞതുപോലെ. കഴിഞ്ഞ തവണ XIQയിലെ ടോപ്പർക്ക് മുബീന് എത്ര കിട്ടിയത്? 238. അതല്ല, മാർക്കല്ല, എത്ര സമ്മാനം കിട്ടിയത് ഫസ്റ്റ് റാങ്കിന്? 50,000 കിട്ടിയത്. ഇത്തവണ അത് നമ്മളെ ഡബിൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, 1 lakh. XIQന്റെ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ആൾക്ക് 1 lakh, ടോട്ടൽ 2 lakh ക്യാഷ് പ്രൈസ് ഉണ്ട്. പ്ലസ് അവർക്ക് നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നല്ല പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് ഈ ക്യാമ്പസിൽ പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കും എന്നുള്ളതാണ്. യെസ്, എന്താ ആരോൺ എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ മുബീൻ? മാറുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ എക്സാംസ് എന്തായാലും ആവശ്യമാണ് കരിയറിനും. അപ്പോൾ ഒരു പാരന്റ് അവരുടെ കുട്ടിയെ ഇങ്ങോട്ട് വിടുന്നത് എന്തായാലും ഏറ്റവും മോശമായിരിക്കും. കാരണം ഇന്ന് കേരളത്തിൽ കിട്ടാവുന്നത് ഇത്രയും നല്ല ക്ലാസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു കുട്ടി ഇവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ IIT അല്ല NIT അല്ല, ചിലപ്പോൾ ആ കുട്ടിയുടെ മാക്സിമം എന്താണ്, ആ കുട്ടിക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ തന്നെ എത്താൻ പറ്റുമെന്നാണ് അവർ എഫേർട്ട് ഇട്ടാൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് IIT കിട്ടുമെന്ന് ഞങ്ങൾ ആരെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എഫേർട്ട് ഇടുക. നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ അവിടെ എത്തിക്കാൻ
എന്തെല്ലാമാണോ വേണ്ടത്, അത് ക്ലാസ് ആവട്ടെ, എക്സാംസ് ആവട്ടെ, നിങ്ങളുടെ കൂടെ രാപ്പകലിരിക്കുന്ന ഫാക്കൽറ്റീസ് ആവട്ടെ, അത് നമ്മൾ ഒരുക്കി തരും എന്നുള്ളതാണ് നമുക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത്. അത് തന്നെയാണ് ഈ സ്റ്റുഡൻസിനോടും നമുക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ XNYൻ്റെ ഈ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് ഭയങ്കര വേഴ്സറ്റൈലാണ്. കാരണം നമുക്ക് ഈ ട്രാൻസിഷൻ സ്റ്റേജിന് മറികടക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ തരുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും മെൻ്റൽ സപ്പോർട്ടായിട്ടും. പിന്നെ അവിടുത്തെ അത്യാവശ്യം ഫെസിലിറ്റീസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ പിയർ ഗ്രൂപ്പ് ഉണ്ട്, മറ്റേ ഗൈഡൻസ് നല്ലോണം, ഫാക്കൽറ്റീസ് നല്ലോണം തരുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ ആ കോമ്പറ്റേറ്റീവ് എൻവയൺമെൻറ്റിനെ നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഗൈഡൻസിന് വേണ്ടി ഒരാൾ വേണം. അപ്പോൾ എനിക്കറിയാം ഞാൻ ഇവിടെ വന്നാൽ എനിക്കത് കിട്ടും. അത് വെച്ചിട്ട് എനിക്ക് എൻ്റെ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് യെസ്, അതുകൊണ്ട് എനിക്ക് യെസ്, അതുകൊണ്ട് അങ്ങനത്തെ എന്താണ് ഇപ്പം ചില ആൾക്കാർ പറയും എനിക്ക് ഇൻ്റഗ്രേറ്റർ ആണ്, ഭയങ്കര പ്രഷറാണ്, അതാണ്. അപ്പം അത് ഡീൽ ചെയ്യാൻ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ XNY തന്നെ കാരണം അത്യാവശ്യം കുറേ ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ കേൾക്കുന്ന പാരന്റ്സിനോടും സ്റ്റുഡൻസിനോടും പറയാനുള്ളത്? അപ്പോൾ സെപ്റ്റംബർ 20 നടക്കുന്ന XIQ എക്സാം എല്ലാവരും എഴുതുക. സ്കോളർഷിപ്പോട് കൂടി തന്നെ XIY ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും